പണ്ട് എൻ്റെ വീട്ടിലൊരു ശീലം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പെങ്ങന്മാരൊക്കെ പ്രസവിച്ചിട്ട് വീട്ടിലോട്ട് താമസിക്കാൻ വന്നാല്, എൻ്റെ വല്യമ്മച്ചി അവർക്ക് വേണ്ടി ഒരു പ്രത്യേക വിഭവം ഉണ്ടാക്കുമായിരുന്നു. ഞങ്ങള് പിള്ളേരെല്ലാം ഇതിന് ചുറ്റും പോയി കുറച്ച് കൊതിയോടെ ഞങ്ങൾക്ക് തരുമോന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമായിരുന്നു. ഞങ്ങൾക്കൊക്കെ തരുമായിരുന്നു. പക്ഷെ വല്യമ്മച്ചി അവർക്ക് വേണ്ടി മാത്രമല്ല, വീട്ടിലുള്ള സ്ത്രീകളും പുരുഷന്മാരും എല്ലാവർക്കും വേണ്ടി അത് ഉണ്ടാക്കിയിരുന്നു. എല്ലാവരും ഇത് കഴിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും ശരീരത്തിന് നല്ല പോഷകം കിട്ടാനും വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന തരത്തിൽ വല്യമ്മച്ചി ഉണ്ടാക്കിയിരുന്ന ആ പഴയ രുചിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിന്റെ പേരാണ് എള്ളും അവലും. അപ്പൊ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എള്ളാണ്. ഞാനിവിടെ 2 കപ്പ് എള്ളാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയെടുക്കണം. പലവട്ടം കഴുകിയെടുക്കണം. കാരണം ഈ കടയിൽ നിന്ന് വാങ്ങുന്ന എള്ളിൽ ധാരാളം അഴുക്കും പൊടിയും മണ്ണും കല്ലും ഒക്കെ ഉണ്ടാവും. എന്നിട്ടത് ഒരു അരിപ്പയിൽ വെച്ച് വെള്ളം വാർന്ന് മാറ്റിയ ശേഷം ഇനി അത് നല്ലപോലെ വെള്ളം പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായി കഴുകി ഉണക്കിയ ഒരു തോർത്തിൽ വെച്ച് വെള്ളം ഒപ്പിയെടുക്കുകയാണ്. ഇത് പറ്റത്തില്ലെങ്കിൽ നേരത്തെ സമയമുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചൊക്കെ ഉണക്കാൻ പോകാം. പക്ഷെ അത് ഒരുപാട് സമയമെടുക്കും. ഞാനൊരു മടിച്ചിയായതുകൊണ്ട് എൻ്റെ അടുത്ത് അത്ര സമയമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു തോർത്തിൽ വെച്ചിട്ട് ആ വെള്ളം വാറ്റിയെടുക്കുകയാണ്. ഈ സമയം കൊണ്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കരിപ്പെട്ടി 500 ഗ്രാം കരിപ്പെട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുകാനാക്കി വെച്ചിട്ടുള്ള ചെറിയ തീയില വെക്കുന്നത്. ഇത് നാടൻ കരിപ്പെട്ടിയാണ് മേടിച്ചത്. അതുകൊണ്ട് ഇച്ചിരി വില കൂടുതലുണ്ട്. പക്ഷെ നാടൻ കരിപ്പെട്ടികളുടെ ഗുണം വളരെ വലുതാണ്. ഇനി ഈ കരിപ്പെട്ടി ചെറിയ തീയിലിരുന്ന് അവിടെ ഇരുന്ന് ഉരുകി ഉരുകി വരട്ടെ. ഈ കരിപ്പെട്ടി ധാരാളം ഇരുമ്പിന്റെ സോഴ്സ് ഉള്ള ഒന്നാണ് ഈ കരിപ്പെട്ടി. ഇനി ഞാൻ 1 കപ്പ് നിലക്കടലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിലക്കടല നന്നായി വറുത്തെടുക്കണം. തൊലി കളഞ്ഞ നിലക്കടലയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. തൊലി കളഞ്ഞതാണ് നല്ലത്. ഇനി തൊലി കളയാത്തത് എടുക്കുന്നവരുണ്ടെങ്കിൽ വറുത്ത ശേഷം ആ തൊലി ഒന്ന് കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഈ നിലക്കടല വറക്കുമ്പോൾ ചെറിയ തീയിലിട്ട് തന്നെ വറക്കണം. ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് അവിലാണ്. 2 കപ്പ് അവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അവിലെടുക്കുമ്പോൾ നമുക്ക് കടയിൽ പല ക്വാളിറ്റിയിലുള്ള അവല് കിട്ടും. പക്ഷെ മട്ട അവില് തന്നെ എടുക്കണം. വെള്ള അവിലെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ അത്യാവശ്യം കട്ടിയുള്ള അവിലെടുക്കണം. തീരെ കനം കുറഞ്ഞ അവിലെടുക്കരുത്. അവിലിട്ട് കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അടിയിൽ പിടിക്കും. ഇനി ഈ അവിലിന്റെ പരുവം അറിയാനായിട്ട് അവിലെടുത്തിട്ട് കയ്യിൽ പിടിച്ചൊന്ന് ഞെടിച്ച് നോക്കുമ്പോൾ അത് പൊട്ടുന്ന പരുവമായിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ അവില് എടുക്കാറായി. അപ്പൊ തന്നെ അത് ആ ചട്ടിക്കകത്ത് മാറ്റണം. ഇല്ലെങ്കിൽ അത് അവിടെ ഇരിക്കും തോറും അവിലിന്റെ കളറ് മാറി അതിന്റെ ടെക്സ്ചറൊക്കെ മാറും. ചൂടായിരിക്കുന്ന ഈ ചീനിച്ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എനിക്ക് നെയ്യ് ഇച്ചിരി ഇഷ്ടം കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ 3 എടുത്തു. നെയ്യുടെ മണം ഇഷ്ടമില്ലാത്തവർ 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. നെയ്യ് നമ്മുടെ ദഹനത്തെ സഹായിക്കുന്ന ഒരു ഹെൽത്തി ഫാറ്റാണ് നെയ്യ്. ഈ നെയ്ക്കകത്തേക്ക് നമ്മൾ തേങ്ങ വറക്കുകയാണ്. 1 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ തേങ്ങയും ഒരു ഹെൽത്തി ഫാറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന് മാത്രമല്ല ഈ ഡിഷിന് പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റും കൊടുക്കും ഈ തേങ്ങ. ഈ തേങ്ങ ഇനി വറുത്തെടുക്കുകയാണ്. ഒരു ഇളം മഞ്ഞ കളർ, ഒരു ഇളം ബ്രൗൺ കളർ ആവുന്നവരെ വറുത്താൽ മതി. തീരെ അങ്ങ് മുറുകി പോകണ്ട. അതായത് നമ്മൾ വറുത്തരച്ച കറിയൊക്കെ വെക്കാൻ മാത്രം വെക്കുന്ന അത്രയും വറക്കണ്ട. അപ്പോൾ ഇപ്പോൾ തേങ്ങ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തേങ്ങ ഇങ്ങനെ നമ്മൾ ഇളക്കി വറുത്തെടുക്കുന്ന ഇതിനകത്ത് ജലാംശം ഒന്ന് മാറി വരാനാണ്. ഇല്ലെങ്കിൽ ഇത് തേങ്ങ റോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിഷ് പെട്ടെന്ന് കേടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇനിയാണ് നമ്മുടെ ഹീറോ വരുന്നത്, എള്ള്. ഇവനാണല്ലോ ഈ ഡിഷിലെ ഹീറോ. എള്ള് എള്ളിന്റെ പ്രാധാന്യം അത്രയും വലുതായതുകൊണ്ടാണ് പണ്ടുകാലം മുതലേ എള്ളുണ്ടയായിട്ടും എള്ളുപൊടിയായിട്ടും ഒക്കെ നമ്മുടെ കാരണവന്മാര് നമ്മുടെ വീടുകളിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആളുകൾ അത് മറന്നുപോയി. പക്ഷെ ഇപ്പോഴും അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എള്ള് പായസവും എള്ള് നേദ്യവും ഒക്കെ കിട്ടാറുണ്ട്. അതിൻ്റെയൊക്കെ കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. നേരത്തെ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ എള്ള് ഇളക്കിയെടുക്കുമ്പോൾ നല്ലതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇളക്കാൻ. ഇനി എള്ളിന്റെ പരുവം ആകുമ്പോഴത്തേക്കും അത് ചെറിയതായിട്ട് കളറ് മാറും. പിന്നെ ചെറുതായിട്ട് പൊട്ടി 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 വരും. ഈ എള്ളിനകത്ത് ഇരുമ്പ് അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ഹീമോഗ്ലോബിനെ നിലനിർത്താൻ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ഈ സമയം കൊണ്ട് നമ്മൾ ഉരുക്കാൻ വെച്ചിട്ടുള്ള കരിപ്പെട്ടി ഉരുകി വെള്ള പരുവത്തിലായിട്ടുണ്ട്. അതൊരിക്കലും തിക്കാകാൻ നിൽക്കണ്ട. ഒരു ലിക്വിഡ് ഫോമിലിരുന്നാൽ മതി. ഇനി അതിനകത്തേക്ക് നമ്മളിപ്പം വറുത്ത് വെച്ച തേങ്ങ ഇട്ട് ഇനി ആ കരിപ്പെട്ടി കിടന്ന് ചെറിയ തീയിലിരുന്ന് ആ തേങ്ങ വേകട്ടെ. ആ വേകുന്നതിനൊപ്പം തന്നെ ആ കരിപ്പെട്ടി പതുക്കെ കുറുകി വരികയും ചെയ്യും. കുറുകി വന്നാലും ഒരിക്കലും ഇത് ഒറ്റനൂൽ പരുവം ആകാനൊന്നും ഇരിക്കരുത്. കാരണം ഒറ്റനൂൽ പരുവം ആകാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് വീണ്ടും ഇളക്കിയൊക്കെ വരുമ്പോഴത്തേക്കും അത് കല്ല് പോലെയായി പോകും. അപ്പോൾ നമ്മൾ ഈ തേങ്ങയും കരിപ്പെട്ടിയും ഉണ്ടായിരുന്ന ആ മിക്സറിനകത്തേക്ക് നമ്മുടെ അവിലിനെയും കൂടി ഇട്ട്, വറുത്ത അവിലിനെയും കൂടി ഇട്ട്, അവില് ചൂടാറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവിലും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി ഇളക്കി എടുക്കുകയാണ്. നല്ലപോലെ ഇളക്കി കട്ട കെട്ടാത്ത രീതിയിൽ. ലാസ്റ്റായിട്ട് നമ്മൾ നമ്മുടെ സുന്ദരക്കുട്ടനായിട്ടിരിക്കുന്ന അവില് വറുത്തതിനെയും കൂടി ഇട്ടു. ഇനി ഇതിനെല്ലാം
ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിച്ചെടുക്കുകയാണ്. ഈ എള്ളിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ് സിസമിൻ. അതാണ് ഈ എള്ളിന് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ കൊടുക്കുന്നത്. എള്ളിനകത്ത് വൈറ്റമിൻ B1, B6, വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ ഇ ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് സ്കിന്നിനും കണ്ണിനും ഒക്കെ ഭയങ്കര നല്ലതാണ്. അതുകൊണ്ടാണ് ഈ വളർന്നു വരുന്ന ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒക്കെ ടീനേജ് ഏജിൽ ഈ എള്ള് കൊടുക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർത്തവവിരാമം എടുക്കുന്ന ഘട്ടങ്ങളിലെ സ്ത്രീകൾക്ക് ശരീരത്തിന് ഭയങ്കര ചൂടും അവർക്ക് ഭയങ്കര ശാരീരിക പ്രശ്നങ്ങളായിരിക്കും. ആ സമയത്തും ഈ എള്ള് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ ഈ നമ്മൾ പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്തൊക്കെ ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഒരു വിളർച്ചയൊക്കെ വരും. അതിന് രക്ഷ നേടാനും ഒക്കെ ഈ എള്ള് നല്ലതാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നിലക്കടല അഥവാ കപ്പലണ്ടിയും കൂടി ഇട്ട് ഇനി വീണ്ടും നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ആക്ച്വലി ഈ കപ്പലണ്ടി ഒരു ഹെൽത്തി ഫാറ്റാണ്. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ടേസ്റ്റ് വൈസ് ഇത് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചെറിയ ചെറിയ ഇതായിരിക്കുമ്പോൾ ഇത് കുറച്ച് വലുപ്പത്തിലിരുന്ന് കടിക്കുമ്പോൾ കരികരാന്നുള്ള ആ കടി കൊള്ളുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് അത് നമുക്ക് കഴിച്ച് തന്നെ നോക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ നിലക്കടല എന്ന് വെച്ചാൽ പ്ലാന്റ് പ്രോട്ടീൻ്റെ വലിയൊരു സോഴ്സാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചെറിയ ജീരകം പൊടിച്ചത് ഞാൻ 1 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് മതി. ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. പക്ഷേ ജീരകമൊക്കെ നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ വീക്കം, ഈ നീർക്കെട്ടില്ലേ, അതിനെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ ജീരകവെള്ളമൊക്കെ പണ്ട് മുതലേ വീടുകളിൽ തയ്യാറാക്കിയിരുന്നത്. ഇനി അതിനകത്തേക്ക് ഏലക്കാപ്പൊടി ഒരു ഒരു 10 ഏലക്കയൊക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്തെ കറുത്ത കുരു മാത്രം എടുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ അങ്ങനെ പൊടിക്കുമ്പോൾ ഒരു ടീസ്പൂൺ തികച്ചില്ലത്. അപ്പോൾ അതുകൂടി ഇട്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും അതും ദഹനത്തിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. നന്നായി വീണ്ടും അടിയിൽ പിടിക്കാതെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. കാരണം കരിപ്പെട്ടി സ്റ്റിക്കിയാണല്ലോ. ഇനി അതിനകത്തേക്ക് അവസാനമായിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനന്മാരിൽ പ്രധാനനായ ചുക്കിനെ ചേർത്തു. ചുക്കും നമ്മൾ 1 ടീസ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ ചുക്കെന്ന് പറയുമ്പോഴത്തേക്കും ചുക്കില്ലാത്ത കഷായം ഇല്ല എന്ന് പറഞ്ഞാൽ മഹാ ഔഷധിയായ ചുക്കിനെയും കൂടെ ചേർത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് അടുക്കള വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ തന്നെ ഇതെടുത്ത് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എത്രയാണെന്ന് ഞാൻ എത്ര വർണ്ണിച്ചാലും തീരാത്തത്ര ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഈ അംഗനവാടിയിൽ നിന്ന് ചിലപ്പം ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടി കിട്ടുമായിരുന്നു. ചിലപ്പോൾ എള്ള് കിട്ടുമായിരുന്നു. അന്നിതിൻ്റെ ശരിയായ ഗുണങ്ങൾ അറിയില്ലായിരുന്നു. പക്ഷെ അറിഞ്ഞപ്പോൾ കാലം മുതൽ ഞാൻ എല്ലാ ദിവസവും ഇത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡിഷസ് കിട്ടാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനലിൽ ഞാൻ കർക്കിടക കാപ്പി, കർക്കിടക പൊടി അങ്ങനെ കുറേ ഹെൽത്തി ഡിഷസ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ വിലപ്പെട്ടതാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.